Welcome to Nathan's Nest. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മത്തി വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. മത്തി വറ്റിച്ചെടുത്തത്. ഇത് ഞങ്ങളുടെ ഉമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു 750 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മത്തിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പം ഇതെല്ലാം നത്തോലിയും ഇതിന് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചെറിയ മത്തി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള. ഇല്ല നമുക്കിതിന് പകരം വെറും സവാള മാത്രം അല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടും നമ്മുടെ ഫിഷിൻ്റെ അളവനുസരിച്ചിട്ടും എടുത്താൽ മതി. ഞാനിവിടെ ഒരു 750 ഗ്രാം മത്തി ആയതുകൊണ്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പച്ചമുളകും ഈ ഉള്ളിയും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പേസ്റ്റാക്കി എടുക്കരുത്. ഒരു അത്യാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ രണ്ടും കൂടെ ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. നല്ല പേസ്റ്റാക്കി എടുക്കരുത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതും ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു കളറിന് വേണ്ടിയിട്ടും പിന്നെ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിഷിലൊക്കെ ചേർക്കുന്നത് നല്ലതല്ലേ, അതിന് വേണ്ടി മാത്രമാണ്. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു കുറച്ചൊരു വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. നമ്മൾ കറിക്ക് ഒഴിക്കുന്ന പോലെ അത്ര അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പകുതിയോളം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടയാതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഉപ്പ് ഒക്കെ പാകം നോക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വെള്ളവും എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ സംഭവം റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ ഈസിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ചെറിയ മത്തി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ പിന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.